എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലീഗൽ വൊക്കാബുലറിയിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ. അതിലെ ഫസ്റ്റ് വൺ അബേറ്റ്മെന്റ്. അബേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ലീഗൽ ടേം ദാറ്റ് മീൻസ് റെഡ്യൂസിങ് ഓർ എലിമിനേറ്റിംഗ് സംതിങ് സച്ച് ആസ് ഡെപ്റ്റ് അല്ലെങ്കിൽ ഫൈൻ ഒക്കെ. അബേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. എബേറ്റ് ചെയ്യുക അല്ലെ? നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളതാണ്. എബേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക. അത് ആലോചിക്കാനായിട്ട് ബൈറ്റ് എന്ന് ഓർത്താൽ മതി അല്ലെ? ഒരു ബൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ചോക്ലേറ്റ് റെഡ്യൂസ് ചെയ്യും എന്ന് ഓർക്കാം. അതേപോലെ എബേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ ടേം ആണ്. ദാറ്റ് മീൻസ് റെഡ്യൂസിങ്, കുറയ്ക്കുകയാണ് അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുകയാണ് അല്ലെ? എലിമിനേറ്റിംഗ് സംതിങ് സച്ച് ആസ് ഡെപ്റ്റ്, ഫൈൻ എക്സെട്ര. ഇപ്പൊ കടോ അല്ലെങ്കിൽ ഫൈൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യുന്ന അതിന് പറയുന്ന ഒരു ലീഗൽ ടേം ആണ് എബേറ്റ്മെന്റ്. കിട്ടിയല്ലോ. അടുത്ത് നോക്കാം അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്കിംഗ് സം വൺ എവേ ബൈ ഫോഴ്സ്. ഈ കിഡ്നാപ്പ് ചെയ്യുക, അബ്ഡക്ട് ചെയ്തു എന്നൊക്കെ പറയില്ലേ, കിഡ്നാപ്പ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ പറയുന്ന ഒരു വേർഡാണ് അബ്ഡക്ഷൻ. ഒരാളെ ഫോഴ്സ് വഴി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ടേം ആണ് അബ്ഡക്ഷൻ. അടുത്തത് അബ് ഇനീഷ്യോ. അബ് ഇനീഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ലാറ്റിൻ ടേം കേട്ടോ. അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഇനീഷ്യോ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇനീഷ്യൽ ആയിട്ടുള്ളത് അല്ലെ? ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് സംതിങ് ആണ് അബ് ഇനീഷ്യോ. ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് സംതിങ്. ഓക്കെ. അടുത്ത് നോക്കാം എബ്സ്കോണ്ട് ആണ്. എബ്സ്കോണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഫെയിൽസ് ടു പ്രസന്റ് ദംസെൽസ് ബിഫോർ ദി കോർട്ട് വെൻ റിക്വയർഡ്. അതായത് കോർട്ടിൽ അപ്പിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഒളിച്ചോടി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, അതിനെയാണ് പറയുന്നത് എബ്സ്കോണ്ട് ചെയ്യുക കേട്ടോ. എബ്സ്കോണ്ട് ചെയ്യുക. അടുത്തത് അബ്യൂട്ടൽസ്. അബ്യൂട്ടൽസ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്യൂട്ടൽ എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് എ പീസ് ഓഫ് ലാൻഡ് വിച്ച് ടച്ച് പീസ് ഓഫ് ലാൻഡ് അലോങ് സൈഡ്. ഓക്കെ. ഒരു ലാൻഡിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ്, ബാക്കി പോർഷനെ പീസ് ഓഫ് ലാൻഡിനെ ടച്ച് ചെയ്യുന്ന ഒരു ചെറിയ പോർഷനാണ് അബ്യൂട്ടൽ. അബ്യൂട്ടൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ചോദിക്കാം, പഠിച്ചു വെച്ചേക്കണേ. എക്കംപ്ലൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്താ? കൂട്ടുപ്രതി അല്ലെങ്കിൽ കൂട്ടാളി എന്നൊക്കെ പറയുന്നത്. സമ്മൺ ഹു ഹെൽപ്സ് അനദർ പേഴ്സൺ ടു കമ്മിറ്റ് എ ക്രൈം. ക്രൈം ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരാളെയാണ് എക്കംപ്ലൈസ് എന്ന് പറയാം. അക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ എ കോർട്ട് ലെറ്റ്സ് എ പേഴ്സൺ ഗോ വിത്തൗട്ട് എനി പെനാലിറ്റി. പെനാലിറ്റി ഒന്നും ഇല്ലാണ്ട് വെറുതെ വിടുക അല്ലെ? അക്വിറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോൾ അയാളെ വെറുതെ വിടുക. അപ്പം ജസ്റ്റ് ഓർക്കാം, അയാൾ ക്വിറ്റ് ചെയ്ത് പോയി, കാരണം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ വെൻ എ കോർട്ട് ലെറ്റ്സ് എ പേഴ്സൺ ഗോ വിത്തൗട്ട് എനി പെനാൽറ്റി. അടുത്ത് നോക്കാം ആക്ടസ് റിയസ്. ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ an act which is illegal such as theft. This term is Latin ആണ്. Actus reus. ഇപ്പൊ ഒരു റോങ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ ഇലീഗൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് ഓർക്കാം. റോങ് എന്നുള്ള രീതിയിൽ WRONG ആണെന്നാലും നമുക്ക് R വെച്ചിട്ട് ഓർക്കാം. റോങ് ആയിട്ടുള്ള ഒരു ആക്ട് ആണെന്ന് ഓർത്തു വെക്കാം കേട്ടോ. സച്ച് ആസ് തെഫ്റ്റ്. ഇതൊരു ലാറ്റിൻ ടേം ആണ്. ഇനി അഡ് ഇഡം. അഡ് ഇഡം എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ആണ്. അഡ് ഇഡം എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റ് ആണ്. ഒരു ഇടം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെന്റിലേക്ക് എത്തണം അല്ലെ? ഒരു താമസിക്കാൻ ഒരു ഇടം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു എഗ്രിമെന്റിലേക്ക് എത്തി എന്ന് ഓർക്കാം അല്ലെ? അപ്പൊ അഡ് ഇഡം എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രിമെന്റ്. ദാറ്റ് ഇസ് എ ലാറ്റിൻ ടേം. അടുത്തത് അഡ് ഇൻഫിനിറ്റം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എൻലെസ് ആയിട്ടുള്ള അല്ലെ? അപ്പൊ അഡ് ഇൻഫിനിറ്റം ഇറ്റ് മീൻസ് എൻലെസ്ലി അല്ലെങ്കിൽ ഫോർ എവർ ആണ്. അഡ് ഇൻഫിനിറ്റം. ദാറ്റ് ഇസ് ഓൾസോ എ ലാറ്റിൻ ടേം കേട്ടോ. ലാറ്റിൻ ടേം ആണ്. അഡ് വാലോറം. വാലോറം എന്ന് കാണുമ്പോൾ വാല്യൂ ആയിട്ട് കണക്ട് ചെയ്യാലോ അല്ലെ? വാല്യൂ വാലോറം. ഓക്കെ. അപ്പോൾ ഇൻ പ്രൊപ്പോർഷൻ ടു ദി വാല്യൂ ആണ്. അടുത്ത് നോക്കാം അഫിഡവിറ്റ് ആണ്. അഫിഡവിറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. എ റിട്ടൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് സ്വോൺ ടു ബി ട്രൂ ബൈ ദ പേഴ്സൺ സൈനിങ് ഇറ്റ്. അതായത് നമ്മുടെ ഈ എന്താ പറയാ പ്രമാണപത്രം എന്നൊക്കെ പറയില്ലേ? പ്രമാണപത്രം. അതിനെയാണ് അഫിഡവിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അഫിഡവിറ്റ് റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ആണ് വിച്ച് ഇസ് സ്വോൺ ടു ബി ട്രൂ ബൈ ദ പേഴ്സൺ സൈനിങ് ഇറ്റ്. ഇനി അടുത്ത് നോക്കിയ എഫർമേഷൻ. എഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു സ്വെയറിംഗ് ആൻ ഓത്ത് വെൻ ദ പേഴ്സൺ ഗിവിംഗ് എവിഡൻസ് ഡസ് നോട്ട് വിഷ് ടു. അതായത് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുക അല്ലെങ്കിൽ സത്യവാചകം എന്നൊക്കെ പറയുന്ന പോലെ സമ്മതിക്കുകയാണ് അല്ലെ? എഫർമേറ്റീവ് സെന്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവ്, അതേപോലെ തന്നെ സത്യവാചകം എന്നൊക്കെ ഒരു മീനിങ് വരുന്ന ഒരു ടേം ആണ് എഫർമേഷൻ. സമ്മതിക്കുകയാണ് കേട്ടോ. ഇനി എഫ്രേ എന്ന് പറഞ്ഞാൽ എന്താ? ഫൈറ്റിംഗ് അൺലോഫുള്ളി. ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ് ആണ് എഫ്രേ. ദാറ്റ് ഇസ് ഇമ്പോർട്ടന്റ്. എഫ്രേ എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാം. അൺലോഫുള്ളി ഫൈറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് എഫ്രേ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഓർക്കാൻ നമുക്ക് പ്രേ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം അല്ലെ? ഫൈറ്റ് ചെയ്യലേന്ന് പ്രേ ചെയ്തു, അതേപോലെ പ്രേ പോലെ എഫ്രേ എന്ന് ഓർക്കാം കേട്ടോ. ഫൈറ്റിംഗ് അൺലോഫുള്ളി ഇറ്റ് ഇസ് എ ക്രിമിനൽ ഒഫൻസ് ആണ്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം അഗ്രവേറ്റഡ് അസോൾട്ട്. അഗ്രവേറ്റഡ് അസോൾട്ട് എന്ന് പറഞ്ഞാൽ എ മോർ സീരിയസ് ടൈപ്പ് ഓഫ് അസോൾട്ട് സച്ച് ആസ് വൺ ലീഡിങ് ടു ആക്ച്വൽ ബോഡിലി ഹാം. അതായത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസോൾട്ട് ആണ്.
അസോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്രമണം അല്ലെ? അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് മെയിൻ ആയിട്ട്. ഫിസിക്കൽ ഹാം ഉള്ള ഒരു ആക്രമണത്തെയാണ് നമ്മൾ പറയാ എഗ്രവേറ്റഡ് അസോൾട്ട്. ഫിസിക്കലി നമ്മളെ ഹാം ചെയ്യണം കേട്ടോ. എഗ്രവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടുക അല്ലെ? അപ്പൊ അതിനെയാണ് എഗ്രവേറ്റഡ് അസോൾട്ട് എന്ന് പറയുന്നത്. ഇനി അലിബി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അലിബി എന്ന് പറഞ്ഞാൽ ക്ലെയിം ദാറ്റ് എ പേഴ്സൺ വാസ് എൽസ്വെയർ വെൻ എ ക്രൈം വാസ് കമ്മിറ്റഡ്. ഒരു ക്രൈം ചെയ്യപ്പെട്ട സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ സ്ഥലത്തായിരുന്നു എന്ന് പറയുന്ന ഒരു ക്ലെയിമിനെയാണ് നമ്മൾ പറയാ അലിബി എന്ന് പറയാ. ഞാൻ ഓർത്തു വെച്ചേക്കണത് അല്ലിയിൽ ബി ഇരിക്കണതായിട്ട് ഓർക്കാം. നമ്മുടെ പൂവിന്റെ ഒക്കെ അല്ലിയിൽ ബി ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകും എന്ന് ഓർക്കാം അല്ലെ? അതേപോലെ തന്നെ ഒരു ക്രൈം ചെയ്തിട്ടുള്ള സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പറയുന്ന ഒരു ക്ലെയിമിനെയാണ് അലിബി എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ഏലിനേഷൻ. ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫറിംഗ് ദി ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു ഏലിയനിൽ നിന്ന് മറ്റൊരു ഏലിയനിലേക്ക് കൊടുത്തു ഓർക്കാം കേട്ടോ. അതായത് ട്രാൻസ്ഫറിംഗ് ദി ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഓൾ ആൻഡ് സൺഡ്രൈ എന്ന് പറഞ്ഞാൽ എവ്രിബഡി ആണ്. സൺഡേ എല്ലാവരും ഉണ്ടാവും അല്ലെ? അപ്പൊ സൺഡേ അല്ലെങ്കിൽ ഈ 6 മാറ്റി ഇട്ട് കഴിഞ്ഞാൽ സൺഡേ പോലെ എവ്രിബഡി എന്നുള്ള രീതിയിൽ ഓർക്കാം. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അൺപ്രൂവ്ഡ് സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയറിംഗ് ദാറ്റ് സംതിങ് ഹാസ് ഹാപ്പൻഡ്. ഓക്കെ, അലിഗേഷൻ ആണെന്ന് നമ്മൾ പറയില്ല. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രൂവ്ഡ് അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വെറുതെ അലിഗേഷൻസ് പറയാണ് അല്ലെ? അപ്പൊ പ്രൂഫ് ഇല്ല, പക്ഷെ എന്തോ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അൺപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് അലിഗേഷൻ എന്ന് പറയാ. ഓക്കെ, അതേപോലെ തന്നെ എലിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ലെസൺ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക കേട്ടോ. എലിവേറ്റ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ലെസൺ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ള 20 ലീഗൽ ടേംസ്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ 99 റുപ്പീസിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള വൊക്കാബുലറിയുടെ ക്ലാസ് ആപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ 5 ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ നോട്ട്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. PDF നോട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 99 റുപ്പീസിന്റെ ആണ്, 10 ഡേയ്സിന്റെ ക്ലാസ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള ലീഗൽ ടേംസ് ഒക്കെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഈ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാവ് എ നൈസ് ഡേ.